അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ അന്തിമഘട്ടത്തിൽ CPM നേതാക്കളായ പി ജയരാജനും TV രാജേഷും പ്രതികളായ കേസിൽ കൊച്ചി CBI കോടതി ഉടൻ വിധി പറയും. പ്രതിഭാഗം സാക്ഷി വിസ്താരം ഇന്ന് നടക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് ചേരുന്നത്. ജിജീഷ്, ഈ അരിയിൽ ഷുക്കൂറിനെ വധിക്കുക എന്ന് പറയുന്നത് ഒരു താലിബാൻ മോഡലിൽ പി ജയരാജന്റെ കാറിന് കല്ലെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു വയലിൻ്റെ നടുക്ക് വെച്ച് അരിയിൽ ഷുക്കൂറിനെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവമാണല്ലോ. അപ്പോൾ ഈ കേസ് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ, ഇതിൻ്റെ വിധി വരുമ്പോൾ പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPMന്റെ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാകും ഈ കേസിലെ വിധി, ജിജീഷ്? ഗൗതം, ഇതിൽ കൃത്യമായി തന്നെ വലിയ തോതിൽ ആസൂത്രിതമായി അല്ലെങ്കിൽ താലിബാൻ മോഡലിൽ തന്നെ നടന്നിട്ടുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ആ രണ്ടുപേരെ പി ജയരാജന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്തുടർന്നതിന് ശേഷം അതിനു മുമ്പ് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ചിത്രങ്ങളടക്കം അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം ആശുപത്രിയിൽ വെച്ചാണ് ഈ ഒരു ഗൂഢാലോചന നടക്കുന്നത് എന്നാണ് CBI കണ്ടെത്തിയിട്ടുള്ളത്. പി ജയരാജനും TV രാജേഷും അടക്കം നിൽക്കുന്ന ആശുപത്രിയിൽ വെച്ച് ഈ ഫോട്ടോ ആളുകളെ ഇവരെ കാണിക്കുന്നു. നിങ്ങളെ പിന്തുടർന്ന് വന്ന ആളുകൾ അല്ലെങ്കിൽ ആ വാഹനത്തിന് നേരെ വന്ന് പ്രതിഷേധിച്ച ആളുകൾ ഈ യൂത്ത് ലീഗിന്റെ ആളുകളാണോ എന്ന് ചോദിക്കുന്നു. അവർ അത് സമ്മതിക്കുന്നതോടുകൂടി ഒരു വയലിലേക്ക് ഓടിച്ച് എത്തിച്ചതിന് ശേഷം അവിടെ വെച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. വളഞ്ഞ് വിചാരണ നടത്തി അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയതിന് ശേഷമാണ് കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുന്നത്, ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ആൾക്ക് പരിക്കേറ്റിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ സാക്ഷിയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത്. ആ സാക്ഷി വിസ്താരം അടക്കം നേരത്തെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിരുന്നു. CBI കോടതിയിൽ അന്വേഷണ സംഘം ആ സാക്ഷി സക്രിയ എന്ന സാക്ഷിയായിരുന്നു അത്. അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളാണ് ഈ സക്രിയയുടെ സാക്ഷി വിസ്താരം അടക്കം പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിഭാഗം തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ആ പ്രതിഭാഗം തെളിവ് ശേഖരണത്തിന് ശേഷം വൈകാതെ തന്നെ വിധി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. അവിടെയാണ് ഗതം സൂചിപ്പിച്ചതുപോലെ തന്നെ പി ജയരാജനാണെങ്കിലും ഒപ്പം തന്നെ TV രാജേഷ് എല്ലാം തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനം, അവരെ സംബന്ധിച്ചിടത്തോളം കേസിൽ ഏറ്റവും നിർണായകമാണ് ഈ ഒരു വരാൻ ഇരിക്കുന്ന വിധി എന്ന് പറയുന്നത്. മാത്രമല്ല CBI ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നതും അതും ഏറ്റവും സുപ്രധാനമാണ്. കാരണം നിരവധി പ്രധാനപ്പെട്ട സാക്ഷികളെ അടക്കം വിസ്തരിക്കാൻ CBIയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ആ സാക്ഷി വിസ്താരം, അനുബന്ധമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് തന്നെയാണ് CBI മുന്നോട്ട് പോയത്. ഈ ഒന്നാം പ്രധാനപ്പെട്ട സാക്ഷിയായ സക്രിയ നൽകിയിരിക്കുന്ന മൊഴികൾ അതും പ്രധാനമാണ്. കാരണം ഒരേപോലെ ഷുക്കൂറിനൊപ്പം ആക്രമിക്കപ്പെട്ടയാളാണ്. മാത്രമല്ല അവിടെ നടന്നിട്ടുള്ള ആൾക്കൂട്ട വിചാരണ അടക്കം കൃത്യമായി കോടതിയിൽ വിശദീകരിക്കാൻ ഷുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കഴിയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ശാസ്ത്രീയ തെളിവുകൾ, മൊബൈൽ ഫോണിലടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഈ പി ജയരാജനും TV രാജേഷിനും എല്ലാം തന്നെ എതിരാണ്. ചിത്രങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം ആളുകളെ തിരിച്ചറിഞ്ഞ് നടത്തിയിട്ടുള്ള കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് CBIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഈ കേസിൽ 32-33 പ്രതികളാണ് യഥാക്രമം പി ജയരാജനും TV രാജേഷും. അങ്ങനെ തുടർച്ചയായി ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗങ്ങളെ ഇല്ലാതാക്കുന്ന CPMന്റെ നേതാക്കളുടെയും ഒരു രീതിക്ക് അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറുന്ന CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു പി ജയരാജൻ അടക്കം പ്രതിപട്ടികയിലേക്ക് എത്തിയതും അവർ നിയമ നടപടികളെ നേരിടുന്നതും. ഗൗതം, മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂറിനെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രധാന പ്രതികളായി പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വന്നത്. ഈ കേസിന്റെ വിധി ഉടൻ തന്നെ CBI കോടതി നടത്താൻ പോകുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന ഒരു കേസാണ് അരിയിൽ ഷുക്കൂർ വധക്കേസ്. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.